മക്കളോരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റിന്റെ പരീക്ഷ ഇതാ തൊട്ട് മുമ്പിലാണ്. നമ്മൾ സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മെത്തേഡ്സുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ക്വസ്റ്റ്യൻ മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ടോപ്പിക്ക് മാത്രം പഠിക്കുന്നു, ക്വസ്റ്റ്യൻ മെത്തേഡ്സുകൾ നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഇന്ന് അതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ മെത്തേഡിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ സൈക്കോളജിയിൽ നമുക്ക് മാർക്ക് ഉറപ്പിക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശ്രേണികൾ അല്ലെങ്കിൽ ക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ തന്നെ സൈക്കോളജിയിൽ നമുക്കറിയാം കുറെ സ്റ്റേജുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഹൈറാർക്കി ഓർഡേഴ്സ് ഉണ്ടാകും. അപ്പൊ അത് വെച്ച് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അത് ശ്രേണി, ശരിയായിട്ടുള്ള ശ്രേണി ഏതാണ്, തെറ്റായ ശ്രേണി ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഫൈനൽ ടച്ചിലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ മെത്തേഡിലേക്ക് പോകാം. വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കേറ്ററ്റിന്റെ ഒത്തിരി ക്ലാസ്സസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ഒരു ശ്രേണി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മെത്തേഡിലെ. എങ്ങനെയാണെന്ന് നോക്കാം. ഗാഗ്നയുടെ പഠന ശ്രേണിയുടെ ശരിയായ ക്രമം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ ഹെറാർക്കി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗാഗ്നയുടെ ഹെറാർക്കി പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയാണ്. അപ്പൊ ആ ഒരു സ്റ്റേജ്, ആ ഒരു ക്രമം നമുക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അപ്പൊ ഏതാണ് ഒന്നാമത് സിഗ്നൽ ലേണിംഗ് അല്ലെ. നമുക്കറിയാം സിഗ്നൽ ലേണിംഗ്. ഇംഗ്ലീഷാണ് ടേംസ് കൊടുത്തിട്ടുള്ളത്, കുറച്ചും കൂടി ഈസി അതായത് കൊണ്ടാണ്. പിന്നെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ചെയിനിങ്, അത് കഴിഞ്ഞിട്ട് വെർബൽ അസോസിയേഷൻ അല്ലെ. ചെയിനിങ്, വെർബൽ അസോസിയേഷൻ. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ആ സ്റ്റേജ് ഓർഡർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ഗാഗ്നയുടെ ആ കഥ ഓർത്താൽ തന്നെ, കഥ അറിയുന്നവർക്ക് തന്നെ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ബ്രൂണറുടെ ബുദ്ധി വികാസ പ്രതിനിധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇതേപോലെ തന്നെ ബ്രൂണറുടെയും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ചില ഘട്ടങ്ങൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതേതാണ് വരുന്നത്? എനാക്റ്റീവ് ആണ്, ഐക്കോണിക്, സിംബോളിക്, ഐക്കോണിക്, എനാക്റ്റീവ്, സിംബോളിക്. ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. എനിക്ക് സിമ്പതി ഇല്ല ബ്രോ എന്ന് പറയുന്നത് കണക്ട് ചെയ്യാം. എനിക്ക് എന്ന് പറയുമ്പോൾ എനാക്റ്റീവ് അല്ലെ, എനാക്റ്റീവ്. അതുപോലെ തന്നെ എനിക്ക് എന്ന് പറയുന്നത് എൻ, എനിക്ക്. ഐക്ക് എന്ന് പറയുന്ന ഐക്കോണിക് എന്ന് പറയുന്ന IC വരുന്നു. സിമ്പതി ഇല്ല, സിംബോളിക്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് സ്റ്റേജ് ആണ് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ ഭാഷണ വികാസത്തിന്റെ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? ഭാഷണ വികാസത്തിന്റെ, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ശരിയായിട്ടുള്ള ക്രമം ഇതെല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെങ്കിൽ അറിയേണ്ടതാണ്, നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു സംഭവമാണ് അല്ലെ. ഏതാണ് വരുന്നത്? ആദ്യം എന്താണ്? ആ LSRW എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെച്ചാൽ മതി. LSRW ആദ്യം ലിസണിങ്, അതുപോലെ തന്നെ സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഇങ്ങനെ വരുന്നത് LSRW. അപ്പോ ഭാഷണ വികാസത്തിന്റെ ശരിയായിട്ടുള്ള ക്രമം LSRW ഓർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അടുത്ത ചോദ്യം, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ തിയറിയിലെ ശ്രേണിയുടെ ശരിയായ ക്രമം ഏതാണ്? അബ്രഹാം മാസ്ലോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ഹൈറാർക്കി എന്താണ്? നീഡ്സ്, ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഹൈറാർക്കി വരുന്നത് മോട്ടിവേഷൻ തിയറിയാണ് അല്ലെ, ഒരു മോട്ടിവേഷൻ തിയറിയാണ് എന്ന് പറഞ്ഞിരുന്നു. സോ ഏതാണ് ശരിയായിട്ടുള്ള ക്രമം വരുന്നത്? ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും അല്ലെ. കോഡ് ഓർത്താൽ മതി നിങ്ങൾ. ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. കണ്ടോ? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി, അല്ലെ ആദ്യം തന്നെ വരുന്ന പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് അല്ലെ. പിന്നെ സേഫ്റ്റി, സുരക്ഷിതത്വമായിട്ടും ബന്ധപ്പെട്ടിരുന്ന ആവശ്യങ്ങൾ. പിന്നെയോ സ്നേഹ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, എസ്റ്റീം, അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ സർഗാത്മകതയുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ഇതൊക്കെ കോഡ് പഠിച്ച ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും, കൃത്യമായിട്ട് ആൻസർ ചെയ്യും. ഇതിനകത്തൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്ത് പോകാത്തത്. ഒരു എക്സ്പ്ലനേഷന്റെയും ആവശ്യം ഇവിടെ ഇല്ല. ഏതാണ് ശരിയായിട്ടുള്ള ക്രമം? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, വെരിഫിക്കേഷൻ, ഇലുമിനേഷൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇലുമിനേഷൻ, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, വെരിഫിക്കേഷൻ ആണോ? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ ആണോ? വെരിഫിക്കേഷൻ, ഇൻക്യുബേഷൻ, പ്രിപ്പറേഷൻ, ഇലുമിനേഷൻ ആണോ?
അപ്പൊ കറക്റ്റ് ആൻസർ ആദ്യം വരുന്നത് നമുക്കറിയാം പ്രിപ്പറേഷൻ ആണ് അല്ലെ, തയ്യാറെടുപ്പാണ് ആദ്യം വരുന്നത്. തയ്യാറെടുപ്പ് വരുന്ന എയും സി ആണുള്ളത്. അടുത്ത് വരുന്നത് പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ഏതാണ്? ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പിയാഷയുടെ ബുദ്ധിവികാസത്തിന്റെ ശരിയായ ശ്രേണി ഏതാണ്? പിയാഷയുടെ ബുദ്ധിവികാസത്തിന്റെ ശരിയായ ശ്രേണി സെപ്റ്റംബർ കോഫി. ആ കോഡ് വെച്ചാൽ മതി, സെപ്റ്റംബർ കോഫി കേട്ടാ. അപ്പൊ SE വരുമ്പോ സെൻസറി മോട്ടോർ സ്റ്റേജ്, പി വരുന്നത് പ്രീ ഓപ്പറേഷണൽ. അപ്പൊ സെപ്റ്റംബറിന്റെ ഫുൾ എഴുതണ്ട, SEP എന്ന് എഴുതിയാൽ മതി, സെപ്റ്റംബർ കേട്ടാ. അപ്പോ സെപ്റ്റംബർ കോഫി. പിന്നെയോ CO വരുന്നത് ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. F വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോ SEP എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് വരുന്നു. SEP വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അതുപോലെ തന്നെ C വരുന്നത് എന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതുപോലെ തന്നെ D വരുന്നത് എന്താണ്? കോഫിയുടെ F വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് കേട്ടോ. C ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. C ആണ്, B അല്ല. C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബന്ദുരയുടെ ഒബ്സർവേഷൻ ലേണിംഗ്, നിരീക്ഷണ പഠന ഘട്ടങ്ങളുടെ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? നമ്മുടെ ചാനലിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു തിയറിയാണത്. അതിന്റെ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? അറിയാലോ, അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ എന്നല്ലേ. അറ്റൻഷൻ ആണ് ആദ്യം വരുന്നത്. അപ്പൊ ബാക്കി കിട്ടി. അറ്റൻഷൻ വരുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ. A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കിയേ, കോൾബർഗിന്റെ നൈതിക വികാസ തലങ്ങൾ അഥവാ മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? കൺവെൻഷണൽ സ്റ്റേജ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 ലെവലുകൾ വരുന്നുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ. ആ 3 ലെവലിൽ ഓരോ ലെവലുകളിലും 2 സ്റ്റേജ് വെച്ച് വരുന്നുണ്ട്. ടോട്ടൽ 6 സ്റ്റേജ്, 3 ലെവലും 6 സ്റ്റേജും വരുന്നുണ്ട്. ആ 3 ലെവലിന്റെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ 2 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഒന്നില്ലെങ്കിൽ A ആയിരിക്കും അല്ലെങ്കിൽ D ആയിരിക്കും. പ്രീ കൺവെൻഷണൽ, അത് കഴിഞ്ഞ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്. ഇതിനകത്ത് ഈ 2 സ്റ്റേജുകളും വരുന്നുണ്ട് കേട്ടോ. ആ സ്റ്റേജിന്റെ വരുന്ന ഭാഗമാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്നത്. സോ അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. 9ാമത്തെ ചോദ്യം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മാനസിക ലൈംഗിക ഘട്ടങ്ങളിൽ ശരിയായ ക്രമം ഏതാണ്? അവിടെയും നമ്മൾ ആ കോഡ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഏതാണ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് അല്ലെ ഓറൽ, അതുപോലെ തന്നെ എയ്നൽ, ഫാലിക്, ലേറ്റൻസി, ജെനിറ്റൈൽ എന്ന് പറയുന്നത് അല്ലെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്രമം പഠിക്കുമ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ, ഘട്ടമാകട്ടെ സ്റ്റേജ് ആകട്ടെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാറിപ്പോകാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒരു കൺഫ്യൂഷനും ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. 10ാമത്തെ ചോദ്യം, ജീൻ പിയാഷയുടെ ബുദ്ധിവികാസ ആശയങ്ങളുടെ ശരിയായ ക്രമം എങ്ങനെയാണ് ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, ആദ്യം തന്നെ സ്കീമ ഉണ്ടാവും അല്ലെ. സ്കീമ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, നിലവിൽ കുട്ടിക്കുള്ള അറിവിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ആ നിലവിലുള്ള അറിവ് വെച്ചുകൊണ്ട് പുതിയൊരു കാര്യം കാണുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ അസിമിലേഷൻ നടക്കുകയാണ്. അതായത് സ്കീമ എന്ന് പറയുന്ന ഒരു അറിവ് കുട്ടിയിലുണ്ട്, അത് നിലവിലുള്ള അറിവാണ്. ആ നിലവിലുള്ള അറിവ് വെച്ചിട്ട് അതേ സംഭവമാണെന്ന് കരുതി പുതിയൊരു കാര്യത്തെ കാണുമ്പോഴും കുട്ടി പറയാൻ ശ്രമിക്കുന്നു. ആ ഒരു പ്രക്രിയക്കാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് അസിമിലേഷൻ അഥവാ സ്വാംശീകരണം കേട്ടാ. സ്വാംശീകരണം മലയാളം എന്താണ്? സ്വാംശീകരണം. സോ അവിടെ എന്ത് ചെയ്യുന്നു? അസിമിലേഷൻ വന്നതിന് ശേഷം നമ്മൾ അതല്ല ഇതാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുമ്പോൾ അക്കമഡേഷൻ അഥവാ സംസ്ഥാപനം എന്ന് പറയുന്ന സംഭവം വരുന്നു. ഇതാണ് കറക്റ്റ്. പുതിയൊരു സ്കീം കൂടി വരുന്നു, ഇക്വിലിബ്രിയേഷൻ. അത് കഴിഞ്ഞ് ഇക്വിലിബ്രിയേഷൻ, കുട്ടി സമാധാനപരമായിട്ട് സന്തുലിതാവസ്ഥയിൽ പോവുകയാണ്. കാരണം കുട്ടിക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരു സംഭവം വരുമ്പോഴായിരിക്കും വീണ്ടും എന്ത് വരുന്നത്? ഡിസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ക്രമം ആദ്യം സ്കീമ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും അല്ലെ. അപ്പൊ സ്കീമ എന്ന് പറയുന്ന 2 ഓപ്ഷൻ വരുന്നുണ്ട്, എയും സിയും വരുന്നുണ്ട്. സ്കീമയ്ക്ക് ശേഷം അസിമിലേഷൻ, കാരണം ഉള്ള അറിവ് വെച്ചിട്ട് പുതിയൊരു അറിവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ്. A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇങ്ങനെ ക്രമങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ ശ്രേണികൾ ചോദിക്കാൻ അല്ലെങ്കിൽ ഘട്ടങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഇപ്പോൾ വരുന്ന കേട്ടിട്ടില് ക്വസ്റ്റ്യൻ മെത്തേഡായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു 7 ക്വസ്റ്റ്യൻ മെത്തേഡ്സുകളാണ് ഈ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്തത്. അതിന്റെ ചോദ്യ രൂപങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ കണ്ടുവരുന്ന 1-2 മെത്തേഡുകൾ കൂടി ഉണ്ട്. പക്ഷെ അധികവും ഇത്തരം
ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതിനകത്ത് ഈ പറഞ്ഞതുപോലെ മലയാളത്തിന്റെയും സൈക്കോളജിയുടെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടി നിങ്ങൾക്ക് ഇട്ടുതരും എക്സാമിന് മുമ്പായിട്ട്. അപ്പൊ അതൊക്കെ എല്ലാം കാണുക കേട്ടോ. എക്സാമിന് മുമ്പായിട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് കണ്ടുപോവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ആ വിശ്വാസത്താൽ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.